Hello all. Today we shall learn to write a program using a for loop. So in the previous lecture we found out we studied how a for loop can be written and what is the syntax of a for loop and how a for loop is structured and all the other details. Okay. So now we will try to write a program using a for loop. So given here is a simple program. To display the squares of the numbers from 0 to 14. That is, we are asked to write a program to display the squares of the numbers from 0 to 14. That is, we know that 0, it has to write first 0, then the square of the one, that is 1, 2 square, that is 16, then it has to write like this. So that is what it has to be displayed on the screen. Okay, so we shall start writing the program. As we know, first we have to give the header file, that is #include iostream. We included the header file for input-output streaming. Then we wrote int main, or you can also write void main, no problem. Then you have to open the bracket. Yeah. Then next thing, we have to use the variable. Your variable has to be declared and it has to be defined or initialized, we can say. So here I am going to use a number, as we have to find the square of a number, right? So there should be a variable which is being assigned as a number, or which is being considered as a number. So let me take j as the number here. So I call the number variable as j, and since it is an integer, I know that 0 to 14 they are all integers, or then I can so I can consider this or I can declare it as a integer. Okay, so I defined the variable, then I am going to write it. So what the thing is, we have to display the squares of the numbers from 0 to 14. 0 മുതൽ 14 വരെയുള്ള നമ്പറുകളുടെ സ്ക്വയറുകൾ നമ്മൾ പ്രിന്റ് ചെയ്ത് കാണിക്കണം. അപ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യവും സി ഔട്ട്, ഇപ്പോൾ ജെ എന്ന് പറയുന്ന ഒരു നമ്പർ ഉദാഹരണം പറഞ്ഞാൽ 1 എന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണെന്ന് വിചാരിക്കാം. 1 ജെയ്ക്ക് ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇൻറ്റീജർ ജെ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ ജെ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പം നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ജെയുടെ സ്ക്വയറിനെ കണ്ടുപിടിക്കാം, അല്ലേ? ജെയുടെ സ്ക്വയർ ജെ ഇൻറ്റു ജെ നമ്മൾ ചെയ്യണം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടൈം നമുക്ക് അതിനെ സി ഔട്ട് ചെയ്യിപ്പിക്കാം. അതിനുശേഷം വീണ്ടും നമ്മൾ ജെയുടെ അടുത്ത ജെനെ ജെ 1+1 കൊണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് വീണ്ടും ഒരു സി ഔട്ട് ചെയ്യിപ്പിക്കണം. നമ്മൾ ലൂപ്പ് ഇല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സി ഔട്ട് 14 തീരുന്നത് വരെയും ഉള്ള നമ്പർ നമ്മൾ സി ഔട്ട് എഴുതി വെക്കണം പ്രോഗ്രാമിൽ. അപ്പം നമുക്ക് ബുദ്ധിമുട്ടാണ്, അല്ലേ? അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഫോർ ലൂപ്പ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്നത്. ഫോർ ലൂപ്പിൽ നമ്മളിനി ഫോർ ലൂപ്പ് ഉപയോഗിക്കാൻ പോവാം. ഫോർ ലൂപ്പ് നമ്മൾ എഴുതാൻ പോകുന്നത് ജെയ്ക്കാണ്. അപ്പം ഇങ്ങനെ എഴുതാം നമുക്ക് ആ ഫോർ ലൂപ്പ്, അതായത് ജെ ഈക്വൽ ടു 0. ജെയുടെ ആദ്യത്തെ വാല്യൂ 0 ആയിട്ട് നമ്മൾ ഇവിടെ ഇനിഷ്യലൈസ് ചെയ്യുക. അപ്പോൾ 4നെ ഇവിടെ ഓൾറെഡി നമ്മൾ ജെനെ നമ്മളിവിടെ ഓൾറെഡി ഡിക്ലെയർ ചെയ്തു. ഇനി അതിന് ഇനിഷ്യലൈസ് ചെയ്തില്ലായിരുന്നു, അത് നമ്മൾ ഫോർ ലൂപ്പിൽ നിന്നുകൊണ്ട് ഇനിഷ്യലൈസ് ചെയ്തു ജെയുടെ വാല്യൂ 0 ആണെന്ന്. ഓക്കെ, അപ്പോൾ ഇത് ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷൻ, അല്ലേ? അതിനുശേഷം നമ്മൾ ചെയ്തു ജെ ലെസ് ദാൻ 15. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ ആ ടെസ്റ്റ് കണ്ടീഷൻ ജെ 14 വരെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം 15-നുള്ളിൽ ജെയുടെ വാല്യൂ ആയിരിക്കുമ്പോൾ, ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് നമ്മൾ ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ, അതായത് ജെ++, ഓരോ പ്രാവശ്യവും ജെയെ നമ്മൾ 1 കൊണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യണം. അപ്പോൾ ഫോർ ലൂപ്പിൻ്റെ അകത്ത് നമ്മൾ എഴുതി. അതിനുശേഷം നമ്മൾ സി ഔട്ട് ചെയ്തു. സി ഔട്ട് ചെയ്യുന്നത് ജെ ഇൻറ്റു ജെ ആണ്. അപ്പോൾ ജെ ആദ്യത്തെ പ്രാവശ്യം ജെ, അതായത് ജെ ഇൻറ്റു ജെ എന്ന് പറഞ്ഞാൽ സ്ക്വയർ. ആദ്യത്തെ പ്രാവശ്യം ജെയുടെ വാല്യൂ 0, അപ്പോൾ 0 ലെസ് ദാൻ 15 ആണെന്ന് മനസ്സിലാവും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബോഡി ലൂപ്പ് ഓഫ് ദ ബോഡിയിലേക്ക് വരും, ബോഡി ഓഫ് ദ ലൂപ്പിലേക്ക് വരും. അപ്പോൾ നമ്മളവിടെ ജെ സ്ക്വയർ കണ്ടുപിടിക്കും, അല്ലേ? ഇപ്പോൾ ജെ സ്ക്വയർ എന്ന് പറയുന്നത് 0യുടെ 0 തന്നെയാണ്. അതിനുശേഷം ഇവിടെ നമ്മളൊരു സ്പേസ് ആണ്, ഞാൻ വയ്ക്കും വൈറ്റ് സ്പേസ് ആണ്, സ്പേസ് ബാർ അടിച്ചതാണ്. ആ സ്പേസ് ബാർ ഒരു ക്യാരക്ടറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഡബിൾ കോട്ട്സിൽ ഞാൻ കൊടുത്തത്. അത് കഴിഞ്ഞ് സെമി കോളൻ കൊടുത്തു, കാരണം ഒരേ ലൈനിൽ തന്നെ പ്രിന്റ് ചെയ്യാനായിരുന്നു. അടുത്ത ലൈനിലേക്ക് പോകാനാണെങ്കിൽ എനിക്ക് എൻഡെല്ലോ അല്ലെങ്കിൽ ന്യൂ ലൈൻ ക്യാരക്ടറോ അല്ലെങ്കിൽ നമുക്ക് സ്പേസ് വേണമെങ്കിൽ ടാബ് ആണെങ്കിലും ടാബ് എസ്കേപ്പ് സീക്വൻസ് ടാബ് ആണെങ്കിലും കൊടുക്കാം. അപ്പം ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് വെറുതെ സ്പേസ് ആണ്, അതായത് ഒരു ജെ സ്ക്വയർ ഒരു പ്രാവശ്യം പ്രിന്റ് ചെയ്തതിന് ശേഷം സ്പേസ് കൊടുക്കണം എന്നുള്ള അർത്ഥത്തിൽ. അപ്പം നമുക്ക് പറയാം ഇവിടെ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് ഈ ഫോർ ലൂപ്പിനുള്ളൂ, അതുകൊണ്ട് ഞാൻ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയോ കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുകയോ ചെയ്തിട്ടില്ല.
അപ്പം ഒരു curly bracket ന്റെ ആവശ്യം ഇവിടെ ഫോർ ലൂപ്പിൽ ഇല്ല, കാരണം ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ഇതിലുള്ളൂ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഉടനെ ഇങ്ങോട്ടേക്ക് പോകും. അപ്പം വീണ്ടും ജെയുടെ വാല്യൂ J++J1 ആകും. അത് കഴിഞ്ഞ ശേഷം ആ കണ്ടീഷൻ <15 ആണോ നോക്കും, വീണ്ടും സ്ക്വയർ പ്രിന്റ് ചെയ്യും. അതിനുശേഷം വീണ്ടും J++ ആകും. അതിനുശേഷം J<15 ആണോ നോക്കും, നെക്സ്റ്റ് ലൈൻ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ, ഇതിങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും till the value of J becomes 14. 15 ആകുമ്പോൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. 15 14 വരെയുള്ള നമ്പേഴ്സിൻ്റെ മതി. അപ്പോൾ നമുക്ക് 14 ആകുമ്പോഴത്തേക്കും ഈ ലൂപ്പ് കംപ്ലീറ്റ് ആവും, ഇത് തീരും. അത് കഴിഞ്ഞ് നമുക്ക് റിട്ടേൺ, നമ്മൾ ഇവിടെ INT മെയിൻ കൊടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് റിട്ടേൺ 0 കൊടുത്തു. ദെൻ വി എൻഡഡ് അപ്പ് ദ ലൂപ്പല്ല, നമ്മൾ INT മെയിനിന് ഓപ്പൺ ചെയ്ത ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഈ പ്രോഗ്രാം റൺ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടാൻ പോകുന്നത് ഇങ്ങനെയാണ്. ഓരോ സ്പേസ് അകലത്തിൽ നമുക്ക് 0, 1, 4 ഓരോ നമ്പേഴ്സിൻ്റെ 14 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് നമുക്കിങ്ങനെ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സിമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോർ ലൂപ്പ് എഴുതിയിരിക്കുക. അതിൽ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ ആ ബോഡി ലൂപ്പിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. നൗ നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ ആ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് ഈ ഓരോന്നും ഡിഫൈൻ ചെയ്ത് അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, അത് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. Okay, now I am discussing exactly very deeply about the for loop structure. For loop structure അല്ല, ഫോറിൻ്റെ ഉള്ളിലുള്ള എക്സ്പ്രഷൻസിനെ ഓരോന്നിനെ നമുക്കറിയാം. ആദ്യം കൊടുത്തിരിക്കുന്ന എക്സ്പ്രഷൻ J=0നെയാണ് നമ്മൾ ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷൻ എന്ന് വിളിക്കുന്നത് ഈ പ്രോഗ്രാമിൻ്റെ അകത്ത്, അല്ലേ? അപ്പം അത് ഇനീഷ്യൽ വാല്യൂ, നമ്മൾ കൊടുക്കുന്ന വേരിയബിളിന് ഒരു ഇനീഷ്യൽ വാല്യൂ ഇമ്പോസ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ നമുക്ക് പറയാം, and we have to keep in mind is that this initialization is done only one time, or it will be done only when the loop starts. Loop start ചെയ്യുന്ന ആ ഒരു സമയത്ത് മാത്രമേ Jക്ക് 0 ഇടുന്ന വാല്യൂ ഉള്ളൂ. പിന്നെ Jയുടെ വാല്യൂ ഇങ്ങനെ ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, പക്ഷെ Jയുടെ വാല്യൂ പിന്നെ ഒരിക്കലും 0 ആവില്ല. അപ്പം ഈ ഒരു എക്സ്പ്രഷൻ, ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഒരൊറ്റ പ്രാവശ്യം മാത്രമേ ലൂപ്പിൽ വർക്ക് ചെയ്യുള്ളൂ, ഫസ്റ്റ് ടൈം ആ ലൂപ്പിലേക്ക് കയറുമ്പോൾ മാത്രം. So now I can briefly make a write up that it is executed only once when the loop first starts, and it gives the variable an initial value. I hope it's clear. Now we will discuss the next expression, and that is the test expression. And this test expression here, it is whether this J is less than 15. And test expression always involves a relational operator. It can be either less than or greater than 15 ആണോ നോക്കാം, അല്ലെങ്കിൽ greater than or equal to, less than or equal to, or not equal to, അങ്ങനെ എന്ത് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എടുക്കാം. അപ്പം എപ്പോഴും ആ ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ അകത്തൊരു റിലേഷണൽ ഓപ്പറേറ്റർ ഉണ്ടാവും. ഓക്കെ, നൗ ഈ ബോഡി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുൻപ് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്തിരിക്കും. അതായത് ഫസ്റ്റ് ടൈം Jയുടെ വാല്യൂ 0, ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷൻ വെച്ച് ആദ്യത്തെ പ്രാവശ്യം Jയുടെ വാല്യൂ 0 ആകും. ആ സമയത്ത് തന്നെ ആ 0 ആയതിനു ശേഷം തൊട്ടടുത്ത് ബോഡി ലൂപ്പിലേക്ക് കയറുന്നതിന് മുമ്പ്, ഫോറിൻ്റെ ബോഡിയിലേക്ക് കയറുന്നതിന് മുൻപ് തന്നെ ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് അത് നോക്കിയിരിക്കും. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രം അത് ബോഡി ഓഫ് ദ ലൂപ്പിലേക്ക് കയറും, അല്ലെങ്കിൽ അത് ഓരോ പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യണോ, ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണോണ്ടോ എന്ന് തീരുമാനിക്കും. അതിനനുസരിച്ച് ലൂപ്പിലേക്ക് വരും. അഥവാ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ആ ഫോർ ലൂപ്പിനുള്ളിൽ ആ ബോഡിയിലേക്ക് അത് പോവുകയില്ല, പകരം കംപ്ലീറ്റ്ലി ആ ഫോർ ലൂപ്പിൻ്റെ സ്ട്രക്ചറിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകും. ഓക്കെ, അപ്പം ദാറ്റ് ഈസ് ദ സെക്കൻഡ് എക്സ്പ്രഷൻ. ആൻഡ് ദ തേർഡ് വൺ ഇസ് ദ ഇൻക്രിമെൻറ്റ് എക്സ്പ്രഷൻ. ആൻഡ് വി നോ ഹിയർ, ഇത് ഈ പ്രോഗ്രാമിനെ ബേസ് ചെയ്ത് പറയുന്നതാണ്. അപ്പം ഇവിടെ ഇൻക്രിമെൻറ്റേഷൻ ആണ് നടന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ അവിടെ J++ കൊടുത്തു. ആ പ്രോഗ്രാമിലുള്ള അതേ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിരിക്കുക. ആൻഡ് ഇറ്റ് നീഡ് നോട്ട് ബി ഓൾവേസ് എ ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ, ഇൻക്രിമെൻറ്റ് എക്സ്പ്രഷൻ. ഇറ്റ് ക്യാൻ ബി എയ്തർ എ decrement expression as well. For example, I started the J value from 100 and I wanted to do all the numbers starting from 100 to 0 ആണെന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് ഓരോ പ്രാവശ്യം ആദ്യം 100ൻ്റെ ആണ് ചെയ്തത്, അതിനുശേഷം ഞാൻ 100ന് കഴിഞ്ഞ് 99 ആണ് ചെയ്യുന്നതെങ്കിൽ എനിക്കതിനെ ഓരോ പ്രാവശ്യം Jനെ 1 വെച്ച് റിഡ്യൂസ് ചെയ്യേണ്ടി വരും, അല്ലേ? അപ്പം നമുക്ക് ഡിക്രിമെൻറ്റ് എക്സ്പ്രഷൻ ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. അപ്പം നമ്മുടെ സന്ദർഭത്തിനനുസരിച്ച്, പ്രോഗ്രാമിന് വേണ്ടിയതനുസരിച്ച് നമുക്ക് ഇൻക്രിമെൻറ്റ് എക്സ്പ്രഷനോ അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ് എക്സ്പ്രഷനോ ഉപയോഗിക്കാം. But since I have used here in this example
an increment expression. I have written there increment expression. Okay, and we'll see what it does. It changes the value of the loop variable by incrementing it. Because we started the j's value with 0, then what it does is it will increment the j's value by 1. j plus plus എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യുന്നത് ആ ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ചെയ്യുന്നത് ജെയെ ഒരു വാല്യൂ വെച്ച് ഇൻക്രിമെന്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പം അങ്ങനെ ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓരോ പ്രാവശ്യവും ലൂപ്പിന്റെ ബോഡിയിൽ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് ശേഷം, ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ജെയുടെ വാല്യൂ ഒന്ന് വെച്ച് ഇൻക്രിമെന്റ് ചെയ്യും. ഇറ്റ് ചേഞ്ചസ് ദ വാല്യൂ ഓഫ് ദ ലൂപ്പ് വേരിയബിൾ ബൈ ഇൻക്രിമെന്റിംഗ് ഇറ്റ്. It is always executed at the end of the loop after the loop body has been executed. That you have to very well understand, because we said that j will be initialized first, okay, and after initialization it will check whether the condition is satisfied or test expression is satisfied. Then you don't think that it will again go to j plus plus, never. ടെസ്റ്റ് എക്സ്പ്രഷൻ കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും പിന്നെ പോകുന്നത് ലൂപ്പ്, ആ ഫോർ ലൂപ്പിൻ്റെ അകത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്കാണ്, ആ ബോഡിയിലേക്കാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അടുത്ത ഫോർ ലൂപ്പ് എക്സ്പ്രഷൻ എക്സിക്യൂട്ട് ചെയ്ത് ആ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത വാല്യൂ കാര്യം ചെയ്യുന്നത് ജെനെ ഒരു വാല്യൂ കൊണ്ട് ഇൻക്രിമെൻ്റ് ചെയ്യും, ജെയെ j+1 ആക്കുന്നതാണ്. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്, it is always executed at the end of the loop after the loop body has been executed. Just after the loop statements are over, the increment or the decrement expression will be executed. Okay, അതിനുശേഷം പിന്നെ j less than 15 ആണോ നോക്കും. j ഇപ്പം നമ്മൾ 0യിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു, ലൂപ്പിൻ്റെ ബോഡി കഴിഞ്ഞതിന് ഒരു പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം j+1 ആകും, അല്ലെങ്കിൽ j++ ആകും. അതായത് j ഇപ്പം 1 ആകും. ആ 1 ആയിക്കഴിഞ്ഞാൽ പിന്നെ ചെക്ക് ചെയ്യുന്നത് ലെസ് ദാൻ 15 ആണോ എന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് പറയാം, 4 തുടങ്ങി ഇനിഷ്യലൈസേഷൻ കണ്ടീഷൻ കഴിഞ്ഞു, അതിനുശേഷം j ലെസ് ദാൻ 15 ആണോ നോക്കി, അതിനുശേഷം ബോഡിയുടെ ലൂപ്പിലേക്ക് 4ൻ്റെ ബോഡിയിലേക്ക് പോയി, അതിനുശേഷം വീണ്ടും j++ ചെയ്യും, അത് പിന്നെ ലെസ് ദാൻ 15 ആണോ നോക്കും, വീണ്ടും ലൂപ്പ് ഓഫ് ദ ബോഡിയിലേക്ക് വരും, ബോഡി ഓഫ് ദ ലൂപ്പിലേക്ക് വരും, അതിനുശേഷം വീണ്ടും അത് j++ ചെയ്യും, j ലെസ് ദാൻ 15 ആണോ നോക്കും, ബോഡിയിലേക്ക് വരും, j++ ചെയ്യും, j ലെസ് ദാൻ 15 ആവും, ബോഡിയിലേക്ക് വരും. ഇതിങ്ങനെ റിപ്പീറ്റഡ്ലി ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നിടത്തോളം കാലം ഇത് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഇനിഷ്യലൈസ് എക്സ്പ്രഷനിലേക്ക് ഒരിക്കലും ഒറ്റ പ്രാവശ്യം ഫസ്റ്റ് ടൈം മാത്രമേ പോവുള്ളൂ, പിന്നെ ഒരിക്കലും ഈ ലൂപ്പിൻ്റെ ഇതിൽ ആക്ടിവിറ്റിയിൽ j=0 എടുക്കപ്പെടില്ല, ഫസ്റ്റ് ടൈം മാത്രമേ വരുള്ളൂ. അപ്പം ഇങ്ങനെ നമ്മളൊരു ലൂപ്പിൻ്റെ ഇത് പറഞ്ഞാൽ ഫസ്റ്റ് ദിസ്, next this, then the body, then it comes to increment operator, then condition, then body, then increment operator or decrement operator, condition, body, then it goes like this. Okay, so this is how a structure of a 4 works. I hope you understood the initialization expression, the test expression, and the increment expression used here. Okay, now before winding up, we can do one more program, then you can be a little more clear about this particular for loop. And this is a program, we are going to write a program to convert the temperatures from 0 to 250 in Celsius to Fahrenheit for every 50-degree change in temperature using for loop. നമ്മൾ എഴുതേണ്ടത് 0 തുടങ്ങി 250 വരെയുള്ള സെൽഷ്യസിലുള്ള ടെമ്പറേച്ചറെ നമുക്ക് ഫാരൻഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. പക്ഷേ ഓരോ 50 ഡിഗ്രി ചേഞ്ചിന് മതി, അതായത് 0 കഴിഞ്ഞാൽ പിന്നെ 50ക്ക്, പിന്നെ 100-ന്, പിന്നെ 150ക്ക്, പിന്നെ 200-ന്, 250 വരെ ചോദിച്ചിട്ടുള്ളൂ. 0 തുടങ്ങി 250 വരെ ഉള്ള സെൽഷ്യസിലുള്ള ടെമ്പറേച്ചേഴ്സിനെ ഫാരൻഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. പക്ഷെ ഓരോ 50 ഡിഗ്രി വ്യത്യാസത്തിന് മതി. ഇത് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, so again, as we always do, include the library file iostream. Then I started with int main, then curly bracket. Okay, then what we do, then we know that there must be two variables at least, because a temperature which is in Celsius and the temperature in Fahrenheit. നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കുന്ന ടെമ്പറേച്ചർ സെൽഷ്യസ്, അല്ലെങ്കിൽ ആദ്യത്തെ ടെമ്പറേച്ചർ 0 എന്ന ടെമ്പറേച്ചർ സെൽഷ്യസിൽ, അതിനെ നമ്മൾ ഫാരൻഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ കൺവേർട്ട് ചെയ്ത ടെമ്പറേച്ചറിനും ആദ്യമുള്ള ടെമ്പറേച്ചറിനും രണ്ട് വേരിയബിൾസ് നമുക്ക്
ഡിക്ലെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യത്തെ വേരിയബിൾ നമ്മൾ സി ടെമ്പ് എന്നും എഫ് ടെമ്പ് എന്നും, ഞാൻ രണ്ടിനെയും പ്ലോട്ട്, നമുക്കറിയാം 0 to 250 50 ഡിഗ്രി ചേഞ്ചിൽ പോയാൽ എല്ലാം ഇൻറ്റീജേഴ്സ് ആയിരിക്കും, പക്ഷെ കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ ഒരു പക്ഷേ അത് ഫ്ലോട്ട് വാല്യൂ ആകാം. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ അങ്ങ് ഫ്ലോട്ട് എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷേ ഇൻറ്റീജർ എന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഫ്ലോട്ട് വാല്യൂസ് വന്നാൽ അത് ബുദ്ധിമുട്ടാണ്, നമുക്കറിയാം, അത് എറർ കാണിക്കും പ്രോഗ്രാമിൽ. അപ്പോൾ ഫ്ലോട്ട് നമ്മൾ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു, അത് കഴിഞ്ഞ് നമ്മൾ ഫോർ ലൂപ്പ്. അപ്പോൾ ഫോർ ലൂപ്പിൽ നമുക്ക് ആദ്യം എന്താ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് സി ടെമ്പറേച്ചർ, അത് സെൽഷ്യസിലുള്ള ടെമ്പറേച്ചറിനാണ് സി ടെമ്പറേച്ചർ എന്ന് കൊടുത്തത്. ആ സി ടെമ്പറേച്ചറിൻ്റെ വാല്യൂ ഫസ്റ്റ് ടൈം ഇനീഷ്യൽ വാല്യൂ 0. അതിനുശേഷം അത് എവിടം വരെ നമുക്ക് 250ക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ, അതായത് 250 വരെയുള്ള ടെമ്പറേച്ചേഴ്സിനെ മാത്രം കൺവേർട്ട് ചെയ്താൽ മതി. അപ്പം വി ഹാവ് ടു ചെക്ക് ഈച്ച് ടൈം വെദർ ദ സി ടെമ്പ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 250. ഓക്കെ, then semicolon. So I forgot to tell you about this, that all the initial expression, test expression and the increment decrement expression is separated using a semicolon, and that it is a must that you have to use the semicolon here. That is a part of its syntax. Okay, then I route c temp less than or equal to 250 ആണോ നോക്കി. അതിനുശേഷം നമ്മളവിടെ ഇനി ഒരു ഇൻക്രിമെൻറ്റ് എക്സ്പ്രഷൻ അവിടെ കൊടുക്കണം. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഓരോ 50 ഡിഗ്രി വ്യത്യാസത്തിലുമാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് സി ടെമ്പ് നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ പഴയ സി ടെമ്പിൻ്റെ കൂടെ 50 കൂടെ ആഡ് ചെയ്തിട്ടുള്ള വാല്യൂവിനാണ് നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇൻക്രിമെൻറ്റ് എക്സ്പ്രഷൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്നത് സി ടെമ്പ് ഇസ് ഈക്വൽ ടു സി ടെമ്പ് പ്ലസ് 50 കൊടുക്കുന്നു. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫോർ ലൂപ്പിൻ്റെ ആ ഒരു ഫോർ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ എഴുതി. അതിനുശേഷം കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. നെക്സ്റ്റ് ഐ റോട്ട് എഫ് ടെമ്പ്. മോർ ദാൻ വൺ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തത്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളൂ എങ്കിലും കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷെ നമ്മൾ 2-3 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കെ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തില്ലെങ്കിൽ അത് കരുതുന്നത് അതിനൊരു സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ എന്ന്, ആദ്യം തൊട്ടടുത്ത് വരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ആ 4ൻ്റെ ഭാഗമായിട്ടുള്ളൂ എന്നത് കരുതും. അപ്പോൾ അത് സൂക്ഷിച്ചാൽ മതി. അപ്പോൾ എനിവേ ഐ ഓപ്പൺ ദ കേളി ബ്രാക്കറ്റ്, ദെൻ I am trying to convert. അപ്പോൾ ഇതൊരു എക്സ്പ്രഷനാണ്, ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണ്. സി ടെമ്പ് എന്ന് പറയുന്ന വേരിയബിളിനെ ഇൻറ്റു 1.8 ചെയ്ത് അതിന് ആ കിട്ടുന്ന വാല്യൂവിനെ 32 കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാരൻഹീറ്റിലുള്ള ടെമ്പറേച്ചർ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫാരൻഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള സ്റ്റെപ്പാണ് ഈ എഴുതിയിരിക്കുന്ന എക്സ്പ്രഷൻ. സി ടെമ്പ് ഇൻറ്റു 1.8, that has to be first executed, then it has to be added with 32. So that is also F temp is computed in this test. നീ ഒരെണ്ണം കൂടെ വേണം, കമ്പ്യൂട്ട് ചെയ്താൽ മാത്രം പോലെ നമുക്കത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം അല്ലേ. അപ്പോൾ വി ഹാവ് ടു ഡു ദ സി ഔട്ട്. സോ ഐ റോട്ട് സി ഔട്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് സി ടെമ്പറേച്ചർ, സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ കാണിക്കുന്നു, എഴുതുന്നു. അതിനുശേഷം ഒരു ടാബ് സ്പേസ് കൊടുത്തിട്ട് നമുക്ക് കൺവേർട്ടഡ് ആയിട്ടുള്ള ഫാരൻഹീറ്റിലുള്ള ടെമ്പറേച്ചറും കാണിക്കുന്നു. അതിനുശേഷം എൻഡിൽ കൊടുക്കുകയാണെങ്കിൽ അത് നെക്സ്റ്റ് ലൈനിലേക്ക് പോകും. അടുത്ത വാല്യൂ തുടങ്ങി 0യുടെ കൺവേർട്ടഡ് വാല്യൂ കൊടുത്തതിന് ശേഷം നമുക്ക് 50ക്കുള്ള കൺവേർട്ടഡ് വാല്യൂ അപ്പോൾ അടുത്ത ലൈനിൽ സ്വാഭാവികമായിട്ട് വന്നോളും, എൻഡിൽ കൊടുത്തിരിക്കുന്നത് കൊണ്ട്. അല്ലെങ്കിൽ ന്യൂ ലൈൻ ക്യാരക്ടർ കൊടുത്താലും ഇത് പറ്റും. അപ്പം ഞാൻ ആ സി ഔട്ട് ചെയ്തു, സി ടെമ്പ് എഴുതി, ദെൻ വീണ്ടും ഇൻസേർഷൻ ഓപ്പറേറ്റർ, ദെൻ ഐ പുട്ട് എ ടാബ് സ്പേസ്, അതായത് ഇതൊരു എസ്കേപ്പ് സീക്വൻസ്. അതായത് ടി നോർമലി നമ്മൾ ഒരു ആൽഫബറ്റ് ആയിട്ടാണ് ടിയെ കരുതുന്നത്. പക്ഷെ നമ്മൾ സ്ലാഷ് ഇട്ട് ഇങ്ങനെ ബാക്ക്വേർഡ് സ്ലാഷ് ഇട്ട് ടി ഇട്ട് കൊടുക്കുമ്പോൾ ടിയുടെ നോർമൽ ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷനിൽ നിന്ന് മാറി അത് ഒരു ടാബ് കീ, നമ്മളൊരു ടാബ് അടിക്കില്ലേ, ആ ടാബിൻ്റെ ഇഫക്റ്റ് കൊണ്ടുവരാനായിട്ടുള്ള ആ ഒരു മീനിങ് നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു ഡബിൾ കോട്ട്സ് കൊടുത്ത് അതിൻ്റെ അകത്ത് സ്ലാഷ് ഇട്ട് ടി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നോർമലി ടി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ അർത്ഥമല്ല, പകരം ഒരു ടാബ് സ്പേസ് എന്നുള്ള അർത്ഥം, ഒരു ടാബ് കീയുടെ ഒരു വാല്യൂ ആണ് അവിടെ വരിക. അപ്പോൾ അവിടെ സി ടെമ്പിനും എഫ് ടെമ്പിനും ഇടയ്ക്ക് ഒരു ടാബിൻ്റെ സ്പേസ് വേണമെന്ന് കരുതിയത് കൊണ്ട് ഞാനിങ്ങനെ ഒരു ടാബിൻ്റെ എസ്കേപ്പ് സീക്വൻസ് ഇവിടെ കൊടുത്തു. ദെൻ ഐ പുട്ട് ദ ഇൻസേർഷൻ ഓപ്പറേറ്റർ, ദെൻ എഫ് ടെമ്പ് കൺവേർട്ട് ചെയ്ത് ഫാരൻഹീറ്റിലുള്ള ടെമ്പറേച്ചറിൻ്റെ വിളിച്ച വേരിയബിളിൻ്റെ പേരെഴുതി. ഇത് രണ്ട് നമ്പേഴ്സാണ്. വി നോ സി ടെമ്പ് ആൻഡ് എഫ് ടെമ്പ് ആർ നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് അതിനെ നമ്പേഴ്സിൽ കോഡ്സ് നമ്മൾ എഴുതില്ല അല്ലേ, ആ വേരിയബിളിൻ്റെ പേര് മാത്രമേ നമ്മൾ എഴുതുള്ളൂ. അതിനുശേഷം എൻഡിൽ കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഊഹിക്കാം. ആദ്യത്തെ പ്രാവശ്യം സി ടെമ്പിൻ്റെ വാല്യൂ 0 ആണ്, ലെസ് ദാൻ 250 ആണോ എന്ന് ചെക്ക് ചെയ്തു, ബോഡി ഇവിടേക്ക് വന്നു, അതിനെ എഫ് ടെമ്പ് കാൽക്കുലേറ്റ് ചെയ്തു. അതിനുശേഷം അത് സി ടെമ്പ് 0യും അതിനുശേഷം കൺവേർട്ട് ചെയ്ത ഫാരൻഹീറ്റിലുള്ള ടെമ്പറേച്ചറും ഒരു ടാബ് അകലത്തിൽ പ്രിൻറ്റ് ചെയ്തു. അതിനുശേഷം അടുത്ത ലൈനിലേക്ക് ആക്കി, കേഴ്സറിനെ ആക്കി. അതിനുശേഷം പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്, നമുക്ക്
ഇൻക്രിമെൻ്റ് ഓപ്പറേറ്ററിലേക്ക് അല്ലേ. അവിടെ സി ടെമ്പിനെ നെക്സ്റ്റ് ടൈം സി ടെമ്പ് പഴയത് മുമ്പേ 0 ആയിരുന്നു, അത് 50 ആയി മാറി ഈ എക്സ്പ്രഷനിലൂടെ. അതിനുശേഷം അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 250 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ആ 50 എന്ന് പറയുന്ന വാല്യൂ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് ഇവിടേക്ക് വരും. അപ്പം എഫ് ടെമ്പ് എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കും. പുതിയ 50ക്ക് വേണ്ടിയുള്ള 50 സെൽഷ്യസിലായിരിക്കുമ്പോൾ ഉള്ള ഫാരൻഹീറ്റിലുള്ള ടെമ്പറേച്ചർ കണ്ടുപിടിക്കും. അതിനുശേഷം വീണ്ടും ആ പുതിയ വാല്യൂ അത് പുതിയ സി ടെമ്പിൻ്റെ 50 വാല്യൂ അതിൻ്റെ കൺവേർട്ടഡ് വാല്യൂ പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. അങ്ങനെ ഇതിങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് അൻറ്റിൽ ഇപ്പം ലാസ്റ്റ് കുറച്ച് 5-6 സ്റ്റെപ്പ് കഴിയുമ്പോൾ ദിസ് ബിക്കംസ് 250 അല്ലേ. ഇപ്പോൾ 250 ആകുമ്പം അത് ചെക്ക് ചെയ്യും, 250 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. 250 വരെയും ഈ കാര്യങ്ങളൊക്കെ ചെയ്യും. നെക്സ്റ്റ് ടൈം അത് 250യുടെ കൂടെ 50 കൂടെ ആഡ് ചെയ്യുമ്പോൾ 300 ആവും അല്ലേ. 300 ആകുമ്പോഴത്തേക്കും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമോ? ഇല്ല. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല എങ്കിൽ പിന്നെ നമ്മൾ ഈ ബോഡി ലൂപ്പിലേക്ക് വരില്ല. സ്വാഭാവികമായിട്ട് കംപ്ലീറ്റ് ഫോർ ലൂപ്പിനെ അത് എസ്കേപ്പ് ചെയ്ത് പുറത്തിറങ്ങി വരും. ആൻഡ് ദെൻ you have to, since you have used int main, I put the return 0 and then you have to complete closing the bracket for the corresponding to the main function. This is how programs can be written using for loop. I hope it is clear. If you have any queries, please put it in the comment box. Okay, thank you.